നമസ്കാരം. മരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും പിന്നെയും ആളുകൾ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഉത്തരം പറയുകയാണ്. ഓരോ മതങ്ങളിലും ഓരോ വിശ്വാസങ്ങളുണ്ട്. ഓരോ മതത്തിനും വിശ്വാസികളെ അത് അവർ വിശ്വസിക്കുന്നതിൽ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗം. എങ്കിലും ചില വിശ്വാസങ്ങൾ തീർത്തും ദുർബലമാണെന്ന് മാത്രമല്ല, പലതും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ്. ഇപ്പോൾ പുനർജന്മം എന്ന് വിശ്വസിക്കുന്നവർ കുറേ പേരുണ്ട്. ഈ പുനർജന്മം എന്ന് പറഞ്ഞാൽ നരൻ നരിയായി, കുറുക്കനായും പട്ടിയായും പന്നിയായും ഒക്കെ പുനർജനിക്കുന്നെന്ന് വിശ്വസിച്ചാൽ രണ്ട് ചോദ്യങ്ങൾ അവരോട് നമുക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ പന്നിക്കും പട്ടിക്കും കുറുക്കനും നരിക്കും ഒക്കെ ആത്മാവുണ്ടോ? രണ്ട്, നമ്മൾ പന്നിയായി പുനർജനിച്ചാൽ ഒരു ദിവസം ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റിൽ ചെന്നിരിക്കേണ്ടി വരില്ലേ? പട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ചൈനയിലോ മറ്റൊക്കെ ആണെങ്കിൽ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണമായിട്ട് മാറില്ലേ? അപ്പം അത് അത്ര നല്ലൊരു വിശ്വാസമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ചിലർ വിചാരിക്കുന്നത് നമ്മൾ ഭൗതിക ശരീരം തന്നെ ഉയർക്കുമെന്നാണ്. ചില മതങ്ങളിൽ അങ്ങ് വിശ്വാസമുണ്ട്. ഈ ഭൗതികമായിട്ട് നമ്മൾ ഉയർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പം എന്താണ്? ഭൗതികമായതെല്ലാം നശിക്കും. അപ്പോൾ അത് നിത്യജീവനം ഉണ്ടാകില്ല. ഭൗതികമായത് ഫിസിക്കലായിട്ടുള്ള ഏത് സംഗതിയും നശിക്കും. മരണമാണ് അതിന് അതിൻ്റെ അന്ത്യം. അപ്പോൾ നമ്മൾ ഭൗതിക ശരീരത്തോടുകൂടി വീണ്ടും ഉയർക്കെന്ന് പറഞ്ഞാൽ അപ്പോഴും പ്രയാസമാണ്. നമുക്കെന്ത് സംഭവിക്കുന്നു? മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മരിക്കുമ്പോൾ ആത്മാവും ശരീരം തമ്മിൽ വേർപ്പെടുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ശരീരം അഴുകാൻ തുടങ്ങുന്നു. ആ ശരീരം പിന്നെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കും എന്ന് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. ആത്മാവ് ഉടനെ തന്നെ ഒരു വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്, തനത് വിധി എന്ന് പറയുന്ന ഒരു വിധി, അത് ക്രൈസ്തവരിലെ ചില വിഭാഗങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അവർക്ക് തിരുവചനം ബൈബിൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട്, മരിക്കുമ്പോൾ തന്നെയാണ്, ഉടനെ തന്നെയാണ് വിധി, അന്ത്യദിനത്തിലല്ല വിധി. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടുന്നത് അതായത് വിധി കിട്ടിയവർക്ക് ശരീരം കൊടുത്ത് ദുഷ്ടർക്ക് നിത്യമായ സഹനത്തിന്, നരകത്തിലെ സഹനത്തിനും മറ്റുള്ളവർക്ക് നിത്യമായ സ്വർഗത്തിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ അന്ത്യവിധിയിൽ സംഭവിക്കുന്നത് അത് നമുക്ക് വിശദമായിട്ട് പിന്നെ ഒരു ടോക്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ തനത് വിധി, മരിക്കുമ്പോൾ തന്നെ വിധി, അത് ധനവാന്റെയും ലാസറിൻ്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ധനവാൻ വിധി കിട്ടി ഈ അഗ്നി തടാകത്തിലേക്ക് പോയി. ലാസർ നല്ല പ്രതിഫലം കിട്ടി അബ്രഹാമിൻ്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന ജലതടാകത്തിലേക്ക് പോയി. അങ്ങനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ വിധിയാണ്, തനത് വിധി. വിധി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന്, മൂന്നില്ല, ഏതെങ്കിലും ഒന്ന്, ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. നരകത്തിൽ പോകണമെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധനം 967 മുതൽ നമുക്ക് വായിക്കാം. 967 മുതൽ നരകത്തിലേക്ക് പോകണമെങ്കിൽ ഒരു മാരകപാപം ചെയ്യുകയും ആ മാരകപാപത്തിൽ അന്ത്യം വരെ, മരണം വരെ നിലനിൽക്കുകയും ചെയ്താലേ നരകത്തിൽ പോകാൻ പറ്റൂ. ഒരു മാരകപാപം ചെയ്യുകയും, അതായത് പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ വളരെ ഗൗരവമായ ഒരു പാപം ചെയ്യുകയും ആ പാപത്തിൽ മരണം വരെ തുടരുകയും ചെയ്താലേ നരകത്തിലേക്ക് പോകാൻ പറ്റും. അല്ലാത്തവർക്കെല്ലാം പ്രതിഫലം എന്താണ്? സ്വർഗമാണ്. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. അല്ലാത്തവർക്കൊക്കെ സ്വർഗമാണ്. ഈ സ്വർഗത്തിലേക്ക് പ്രതിഫലം കിട്ടുന്ന ആ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു. സ്വർഗത്തിൽ ചെന്നാലും ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ അത് പോരാ. അത് മറ്റൊരു സ്റ്റേജാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മലയിലെ പ്രസംഗത്തിൽ കർത്താവിൻ്റെ ഒരു തിരുവചനമാണത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഉണ്ടെങ്കിലേ, ടോട്ടൽ പെർഫെക്ഷൻ എല്ലാം തികഞ്ഞാലേ, ആത്മാവിനെല്ലാം തികഞ്ഞാലേ ദൈവത്തെ മുഖത്തോട് മുഖം കാണാൻ കഴിയും. അങ്ങനെ ഈ ദൈവകൃപയിൽ മരിച്ചെങ്കിലും സ്വർഗത്തിന് പ്രതിഫലം കിട്ടിയെങ്കിലും ആത്മാവിന് പൂർണ്ണമായ പരിശുദ്ധി, പൂർണ്ണമായ നൈർമല്യം, ഹൃദയശുദ്ധി അതില്ലെങ്കിൽ ആ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു ഗ്രേസ് പീരീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ആത്മാവിന് പ്യൂരിഫിക്കേഷന് ഒരു കാലയളവ് നിശ്ചയിക്കും ദൈവം. അതിനെയാണ് പെർഗാറ്ററി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയണേ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ സ്ഥലം ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയാണ് ഉദ്ദേശിക്കുന്നത്. പെർഗാറ്ററി എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ ഗ്രേസ് പീരീഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണം നടക്കാനൊരു കാലയളവ് ദൈവം നിശ്ചയിക്കുകയാണ്. ആ കാലയളവ് കഴിഞ്ഞാൽ അവരും ദൈവത്തെ മുഖത്തോട് മുഖം കാണും. അങ്ങനെ ആ ആത്മാവിന് ശരീരം കിട്ടുന്നത് അന്ത്യദിനത്തിലാണ്.
ആ ശരീരം എങ്ങനെ ഇരിക്കും? ശരീരത്തിൽ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആ ശരീരം എങ്ങനെ ഇരിക്കും? എനിക്കൊന്ന് വളരെ ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരു സസ്യം എടുത്ത് നോക്കുക. സസ്യജീവന് യോജിക്കുന്ന ഒരു ശരീരമല്ലേ കൊടുത്തിരിക്കുന്നത്? അതെ. ഒരു മൃഗത്തെ എടുത്ത് നോക്കിയാൽ, പട്ടിയോ പൂച്ചയൊക്കെ മൃഗജീവന് യോജിക്കുന്ന ഒരു ശരീരമല്ലേ മൃഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്? ഇനി മനുഷ്യ ശരീരം നോക്കിയാൽ മനുഷ്യജീവന് യോജിക്കുന്ന ഒരു ശരീരമല്ലേ കൊടുത്തിരിക്കുന്നത്? അതെ. അതുപോലെ നിത്യജീവന് യോജിക്കുന്ന ഒരു ശരീരം കൊടുക്കും. അതെങ്ങനെയിരിക്കും? ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം, ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ ശരീരം. അവന് ശരീരമുണ്ടായിരുന്നു. അവൻ വെറും ഭൂതോ പ്രേതോ ഒന്നും അല്ലല്ലോ, ശരീരമുണ്ടായിരുന്നു. എന്നാൽ ഭൗതിക ശരീരത്തിൻ്റെതായ യാതൊരു പരിമിതികളും ആ ശരീരത്തിനുണ്ടായിരുന്നില്ല. വാതിലും ജനലൊക്കെ അടഞ്ഞിരിക്കെ അവൻ പ്രത്യക്ഷപ്പെട്ടു. അവർ സംശയിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ വല്ലതും ഭക്ഷിക്കാൻ വല്ലതുണ്ടോ? എന്നിട്ടൊരു മീൻ കഷ്ണം കഴിച്ചു. തോമസിനോട് ശരീരത്തിൽ തൊടാൻ പറഞ്ഞു. അപ്പോൾ അവന് ശരീരമുണ്ട്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭൗതിക ശരീരത്തെ അതിശയിക്കുന്ന, അതിന് മറികടക്കുന്ന ഒരു ആത്മീയ ശരീരമാണ് ആത്മീയ ശരീരം. അത് ഭൂതോ പ്രേതോ ഒന്നുമല്ല, ശരീരമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ജീവന് തത്തുല്യമായ യോജിക്കുന്ന ശരീരം കൊടുത്തിരിക്കുന്നത് പോലെ, മൃഗജീവന് യോജിക്കുന്ന ശരീരം മൃഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പോലെ, മനുഷ്യജീവന് യോജിക്കുന്ന ശരീരം മനുഷ്യന് കൊടുത്തിരിക്കുന്ന പോലെ, നിത്യജീവന് യോജിക്കുന്ന ഒരു ശരീരം ദൈവം അന്ന് കൽപ്പിച്ചു നൽകും. വളരെ യുക്തിപൂർവമാണത്. ഇക്കാര്യമാണ് കോരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ പൗലോസിലേക്ക് വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പലതരം ശരീരങ്ങളുണ്ട്, ഒരു തരം ശരീരമല്ല ഉള്ളത്. ശരീരം എന്ന് പറയുമ്പോൾ സസ്യശരീരമുണ്ട്, മൃഗശരീരമുണ്ട്, മനുഷ്യ ശരീരമുണ്ട്. അതുപോലെ നിത്യജീവനിൽ നമുക്ക് കിട്ടുന്ന ഒരു ശരീരം കൂടിയുണ്ട്. അതിനെ അദ്ദേഹം വിളിക്കുന്ന പേര് ആത്മീയ ശരീരം എന്നാണ്. എന്ന് വിചാരിച്ചാൽ വെറും ഗോസ്റ്റോ അല്ലെങ്കിൽ പ്രേതം ഭൂതം ഒന്നുമല്ല, അതൊരു ശരീരമാണ്. അതിന് തെളിവാണ് ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ ശരീരം. അത് സ്പർശിക്കാം, അവൻ അനുവദിക്കുന്നവർക്ക് കാണാം, അവന് ഭക്ഷിക്കാം. അതേസമയം ജനലും വാതിലൊക്കെ അടഞ്ഞാലും അവന് പ്രവേശിക്കാൻ തടസ്സമില്ല. അങ്ങനെയുള്ള ഒരു ശരീരം നമുക്ക് ലഭിക്കും. ഇതാണ് ഉത്ഥാനത്തിൽ, ഈ അന്ത്യദിനത്തിൽ സംഭവിക്കുന്നത്. ചുരുക്കത്തിൽ നമുക്ക് നമ്മുടെ മരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഈ അവസാനമായി നീന്തിക്കിടക്കേണ്ട പുഴ എന്ന് പറയുന്നത് മരണമാണ്. ഈ പുഴ നീന്തിക്കിടക്കണമെങ്കിൽ ഒരു ലൈഫ് ജാക്കറ്റ് വേണം. മരണത്തെക്കാൾ ശക്തമായ ലൈഫ് ജാക്കറ്റ്. എന്താണ് മരണത്തെക്കാൾ ശക്തം? ഉത്തമഗീതം 8-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, സ്നേഹമാണ് മരണത്തെക്കാൾ ശക്തം. ദൈവം തന്നെയായ സ്നേഹം. നമ്മൾ ശാരീരികമായി മരിക്കുന്നതിന് മുൻപ് ദൈവം തന്നെ നമ്മിലേക്ക് പ്രവേശിക്കുകയും നമ്മെ അവൻ്റെ സ്നേഹത്താൽ വലയം ചെയ്യുകയും ചെയ്താൽ, നമ്മൾ ശാരീരികമായി മരിക്കുമ്പോൾ ഈ മരണം വന്ന പുഴ നീന്തിക്കടന്ന് അക്കരയെത്തും. ആ അക്കരയാണ് നമ്മൾ പറയുന്ന സ്വർഗം. ഇങ്ങനെ ഒരു ലൈഫ് ജാക്കറ്റ്, ദൈവമെന്ന സ്നേഹം നമ്മിൽ വരികയും നമ്മെ അവൻ്റെ സ്നേഹത്തിൽ വലയം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മരണം എന്ന പുഴയിൽ ആണ്ടാണ്ട് പോകും. അതിനാണ് 2-ാമത്തെ മരണം അല്ലെങ്കിൽ നരകമെന്ന് വെളിപാട് പുസ്തകം പറയുന്നത്. 2-ാമത്തെ മരണത്തിലുള്ള മറ്റൊരു പേരാണ് നരകം. ദൈവം നമ്മിലേക്ക് സ്നേഹവുമായിട്ട് വരുന്നതാണ് വിശുദ്ധ കുർബാന. നമ്മൾ പാപികളായിരിക്കെ, അയോഗ്യരായിരിക്കെ അവൻ നമ്മെ സ്നേഹം കൊണ്ട് വലയം ചെയ്യുന്നു. അത് കുർബാനയുടെ പകുതി ആവുന്നുള്ളൂ. ബാക്കി പകുതി നമ്മൾ ചെയ്യണം. എന്താണ്? പള്ളിയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ആ കർത്താവിനെയും കൊണ്ട് നമ്മൾ പോകണേ. പാപികളായിരിക്കെ, അയോഗ്യരായിരിക്കെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹം കൊണ്ട് വലയം ചെയ്യുമ്പോൾ, അവരാവശ്യങ്ങൾ സഹായിക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന സക്രാരിയായിട്ട് മാറും, കർത്താവിനെ വഹിക്കുന്ന കഴുതകളായിട്ട് മാറും. അപ്പോൾ കുർബാന പൂർത്തിയാകും. കർത്താവ് നമ്മിലേക്ക് വന്നതുപോലെ നമ്മൾ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്ന സ്നേഹത്തിൻ്റെ ആ ലൈഫ് ജാക്കറ്റ് കൊണ്ട് നമ്മൾ വലയം ചെയ്യപ്പെടുകയും മരണം എന്ന പുഴ നീന്തിക്കടന്ന് അക്കരെ എത്തുകയും ചെയ്യും.